ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയുടെയും ധൂർത്തിന്റെയും കർട്ടനുകൾ ഓരോന്നോരോന്നായി വീഴാൻ പോവുകയാണ്. ഇത്രയും കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അമ്പരപ്പിക്കുന്ന വികസനമെന്ന് വാഴ്ത്തിപ്പാടി പിണറായി വിജയന്റെ തട്ടിപ്പ് ഇനി നടക്കില്ല. കിഫ്ബിയുടെ ചുവരുകൾ ഇപ്പോൾ വിള്ളൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരൊറ്റ രഹസ്യ നീക്കത്തോടെ പിണറായി വിജയനും കൂട്ടരും ശരിക്കും കിടന്ന് വിയർക്കുകയാണ്. അഴിമതിയും കൊള്ളയും മാത്രം ലക്ഷ്യമിട്ട കെട്ടിപ്പൊക്കിയ കിഫ്ബിയുടെ അടിയറവ് പരിശോധിക്കാൻ ഒടുവിൽ സർക്കാർ 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. മുൻ IAS ഉദ്യോഗസ്ഥ സുധാപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഈ സമിതി റിപ്പോർട്ട് നൽകുന്നതോടെ മുൻകാല കൊള്ളക്കാർക്ക് നേരെ വിജിലൻസ് അന്വേഷണത്തിന്റെ പൂട്ട് വീഴുമെന്നുറപ്പാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഈ കെണിയിൽ വീഴാൻ പോകുന്നത് എന്നറിയാമോ? പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും കിഫ്ബിയുടെ അമരക്കാരനുമായിരുന്ന മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാലത്തെ ഇടപാടുകൾ എല്ലാം തന്നെ ഇപ്പോൾ കടുത്ത സംശയ നിഴലിലാണ്. ഈ 5 അംഗ സമിതിയിൽ മുൻ IAS സുധാപിള്ളയ്ക്ക് പുറമെ ഫെഡറൽ ബാങ്ക് മുൻ MD ശ്യാം ശ്രീനിവാസൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ നീലേഷ് വികാംസെ, CAG ഓഡിറ്റ് ബോർഡ് മുൻ ഡയറക്ടർ H സുബലക്ഷ്മി നാരായണൻ, മുൻ കേന്ദ്ര റവന്യൂ സെക്രട്ടറി ഡോക്ടർ തരുൺ ബജാജ് എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഈ കൊള്ളകൾ പരിശോധിക്കുന്നത്. ധനകാര്യ വിദഗ്ധരുടെ ഈ സംഘത്തിന് മുന്നിൽ ഒരിക്കലും പിണറായിക്കും കൂട്ടർക്കും പിടിച്ചു നിൽക്കാനാകില്ല. എന്താണ് ഈ കിഫ്ബി കൊണ്ട് കേരളത്തിനുണ്ടായ യഥാർത്ഥ ദോഷമെന്ന് ഇതുവരെ മനസ്സിലാക്കാത്തവരായിട്ട് ഒന്ന് പറഞ്ഞു തരാം. നിയമസഭയെയും ബജറ്റിനെയും മറികടന്ന് ഭീമമായ പലിശയ്ക്ക് വിദേശത്തു നിന്നും മറ്റു സ്രോതസ്സുകളിൽ നിന്നും കിഫ്ബി വായ്പകൾ എടുത്തു. വരും തലമുറയുടെയും സാധാരണക്കാരുടെയും തലയിൽ വലിയ കടക്കെണി കെട്ടിവെച്ചു. രണ്ടാമത്തത്, വൻ പലിശയ്ക്കെടുത്ത പണം കുറഞ്ഞ പലിശയ്ക്ക് നിക്ഷേപിച്ചു. വൻ പലിശ കൊടുത്ത് വാങ്ങിയ കിഫ്ബി ഫണ്ട് വളരെ കുറഞ്ഞ പലിശ ലഭിക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളിലിട്ട് സംസ്ഥാനത്തിന് കോടികളുടെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഇതിന് പിന്നിൽ വലിയ കമ്മീഷൻ ഇടപാടുകളും അഴിമതിയും നടന്നിട്ടുണ്ട് എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. മൂന്നാമത്, വികസനത്തിലെ കടുത്ത വിവേചനവും സ്വജനപക്ഷപാതവും. സമഗ്രമായ വികസനത്തിന് പകരം സ്വന്തം പാർട്ടി നേതാക്കളുടെ മണ്ഡലങ്ങൾക്കും സ്വന്തക്കാർക്കും മാത്രമായിരുന്നു കിഫ്ബി ഫണ്ട് വാരിക്കോരി നൽകിയത്. അർഹതപ്പെട്ട പല ജില്ലകളെയും പൂർണ്ണമായിട്ടും അവഗണിച്ചു. നാലാമത്, വകമാറ്റലും ധൂർത്തും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ന് പറഞ്ഞ് വാങ്ങിയ പണം മറ്റ് പല കാര്യങ്ങൾക്കും വകമാറ്റി ചെലവഴിച്ചു. വൻകിട വികസനത്തിന്റെ മറവിൽ കോടികളുടെ കമ്മീഷൻ പറ്റിയതല്ലാതെ നാടിന് യാതൊരു ഗുണവും ഉണ്ടായില്ല. ഈ കൊള്ളകളെല്ലാം കണ്ടില്ല എന്നടിക്കാൻ വി ഡി സതീശൻ സർക്കാരിന് കഴിയില്ല. ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ചവർ ആരായാലും അവർ അഴിക്കുള്ളിലാകും. 3 മാസത്തിനകം ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശാൻ പോവുകയാണ്. ഖജനാവ് കൊള്ളയടിച്ച വരും തലമുറയെ പണയപ്പെടുത്തി വികസന നായകൻ ചമഞ്ഞ പിണറായി വിജയന്റെ മുഖം മൂടിയാണ് ഇവിടെ ഇനി അഴിഞ്ഞു വീഴുന്നത്.